ഗുരുവായൂരിൽ ഹോട്ടൽ ഉടമ അശുദ്ധി വരുത്തിയ തുളസിത്തറയിൽ ശുദ്ധികലശം നടത്തി വിശ്വഹിന്ദു പരിഷത്ത്. വിശ്വഹിന്ദു പരിഷത്ത് ഗുരുവായൂരിന്റെ ആഭിമുഖ്യത്തിൽ അബ്ദുൾ ഹക്കീം എന്ന മതഭ്രാന്തൻ അശുദ്ധിയാക്കി സംസ്കാരത്തെ വ്രണപ്പെടുത്തിയ തുളസിത്തറയിൽ ശുദ്ധികലശം നടത്തുകയും തുളസി വന്ദനം നടത്തുകയും ചെയ്തു. ഗുരുവായൂർ ഖണ്ഡ് പ്രൗഢ പ്രമുഖ് MK ഷൺമുഖൻ സംസാരിച്ചു. ആ തുളസി തറയെ നമ്മളെന്നും ആരാധിക്കുന്ന നമ്മളെ വളരെയധികം ദുഃഖകരമായിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഗുരുവായൂരിൽ ഇവിടെ നടന്നിട്ടുള്ളത്. ആ അബ്ദുൾ ഹക്കീം എന്ന് പറഞ്ഞ ആ വ്യക്തി ഇവിടെ വന്നുകൊണ്ട് വളരെ മോശമായിട്ടുള്ള രീതിയിൽ അതിൻ്റെ ഫോട്ടോസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആ മോശമായിട്ടുള്ള രീതി ചെയ്യുകയും അതിനെതിരെ നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ കേസ് നിയമപരമായിട്ടുള്ള നടപടികൾ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ഈ ഗുരുവായൂരിൽ പല പ്രാവശ്യങ്ങളിലായിട്ട് പല സംഭവങ്ങളും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പോലീസിന് അറിയാം. പോലീസ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് മാനസികമായിട്ടുള്ള വിഭ്രാന്തിയുള്ള വ്യക്തിയാണ് എന്നാണ് പോലീസ് നമ്മളോടൊക്കെ പറഞ്ഞിട്ടുള്ളത്, പ്രചരിപ്പിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അതല്ല എന്നുള്ളത് അവർക്കും അറിയാം, നമുക്കും അറിയാം. അപ്പം ഈ തരത്തിലുള്ള വളരെ മോശമായിട്ടുള്ള ഈ ഒരു ഹിന്ദു ധർമ്മത്തെ, സംസ്കാരത്തെ നശിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിനെതിരെ ഉള്ള ഏതൊരു വെല്ലുവിളിയെയും നമ്മൾ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ സനാതനമായിട്ടുള്ള മൂല്യങ്ങളെ കാത്തുരക്ഷിക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നുള്ളത്. അതിനെ ആ അശുദ്ധിയെ നമ്മൾ നീക്കി ഇന്ന് പൂർണ്ണ രൂപത്തിലേക്ക്, അതിനെ പൂർണ്ണതയിലേക്ക് ആ ദേവിയെ വീണ്ടും ആ തുളസിത്തറയെ ശുദ്ധി വരുത്തിക്കൊണ്ട് പൂജ ചെയ്തുകൊണ്ട് നമ്മളെല്ലാവരും അതിനെ സ്മരിച്ചുകൊണ്ട് നമിച്ചുകൊണ്ട് ആ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് നമ്മളിന്ന് വീണ്ടും അതിനെ പൂർണ്ണസ്ഥിതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് ഇനിയും ആർക്കും ചെയ്യാനുള്ള മനസ്സ് ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ആണ് ഈ സമയത്ത് ഓർമ്മിപ്പിക്കാനുള്ളത്. വിശ്വഹിന്ദു പരിഷത്ത് ജില്ലാ ജോയിന്റ് സെക്രട്ടറി അനൂപ പൂജകൾക്ക് നേതൃത്വം നൽകി. ഹിന്ദു ഐക്യവേദി പ്രവർത്തകർ, ക്ഷേത്ര സംരക്ഷണ സമിതി പ്രവർത്തകർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. നിരവധി ഭക്തജനങ്ങളാണ് ശുദ്ധികലശത്തിൽ പങ്കാളികളായത്. അതേസമയം ഗുരുവായൂരിൽ മുസ്ലിം യുവാവ് തുളസിത്തറയിലേക്ക് ഗുഹ്യഭാഗത്തെ രോമം പിഴുതിട്ട സംഭവത്തിൽ പോലീസ് കേസെടുത്തിരിക്കുന്നു. ഗുരുവായൂർ പടിഞ്ഞാറേ നടയിലുള്ള നാഷണൽ പാരഡൈസ് ഹോട്ടലിന്റെ മുതലാളി അബ്ദുൾ ഹക്കീം എന്ന മാന്യൻ തുളസിത്തറയിൽ കാണിച്ച ഈ പ്രവർത്തനത്തിനെതിരെ ഗുരുവായൂർ ടെമ്പിൾ പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോ വലിയ രീതിയിലാണ് വൈറലായിരുന്നത്. എന്നാൽ അയാൾ 25 വർഷമായി മാനസിക വൈകല്യമുള്ള ആളാണെന്നും ആ വീഡിയോ ഷെയർ ചെയ്യുന്നവർക്കെതിരെ നിയമ നടപടി ഉണ്ടാകും എന്നും തൃശൂർ സിറ്റി പോലീസിന്റെ വക പോസ്റ്റൊക്കെ വന്നിരുന്നു. അതിനു പിന്നാലെ ഇതുമായി ബന്ധപ്പെട്ട് പോസ്റ്റിട്ട നിരവധി പേർ അത് സമൂഹ മാധ്യമത്തിൽ നിന്നും ഡിലീറ്റ് ചെയ്യുകയുണ്ടായി. എന്നാൽ ഞങ്ങൾ ആ വാർത്ത ഹിന്ദു വിശ്വാസിൽ നൽകിയിരുന്നു. എന്തായാലും അതിനു പിന്നാലെ ഇപ്പോൾ ടെമ്പിൾ പോലീസ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നു എന്ന വാർത്ത കൂടിയാണ് ഇപ്പോൾ എത്തുന്നത്. ഇയാൾ ഗുരുവായൂർ ഏകാദശിയോടനുബന്ധിച്ച് നടന്ന പരിപാടിയിൽ ഉദ്ഘാടനം നടക്കുന്ന വേദിയിൽ കയറി വരെ ഭരതനാട്യത്തിന്റെ സ്റ്റെപ്പൊക്കെ കാണിക്കുകയും തുടർന്ന് പോലീസ് ഇയാളെ വേദിയിൽ നിന്ന് മാറ്റുക വരെ ചെയ്തിരുന്നു. ഇയാൾ ഒട്ടനവധി ക്രിമിനൽ പ്രവർത്തനം നടത്തിയിരുന്നതായാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും മാനസിക വൈകല്യമുള്ളയാൾക്ക് ഹോട്ടൽ ലൈസൻസിങ്ങും എന്ത് തെമ്മാടിത്തരം കാട്ടിയാലും അതേ ലേബൽ വച്ച് തന്നെ വെറുതെ വിടലും. ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുണ്ട് ഈ വിഷയത്തിൽ. എന്നാൽ എടുത്തിട്ട് മാത്രം കാര്യമില്ല, തുടർ നടപടി എന്താകും എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. എന്തായാലും ഈ വിഷയത്തിൽ ശക്തമായ നിയമ നടപടികൾ തന്നെ സ്വീകരിക്കും എന്ന് വിശ്വഹിന്ദു പരിഷത്ത് സംസ്ഥാന അധ്യക്ഷൻ വിജി തമ്പിയും സംസ്ഥാന ജനറൽ സെക്രട്ടറി VR രാജശേഖരനും അറിയിച്ചു.